ഹലോ എവരി വൺ, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 2, ബ്ലോക്ക് 1 അതുപോലെ ബ്ലോക്ക് 2 ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അപ്പോൾ അത് കാണാത്തവർ കാണുക. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ ബ്ലോക്ക് 3 യൂണിറ്റ് 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: make a list of the places and the people and groups that come in for significant mention in the novel. നോവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, ആളുകൾ, അതുപോലെ ഗ്രൂപ്പുകൾ, ഇതിനെക്കുറിച്ചൊരു ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഏത് നോവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള വ്യക്തികളെയും ഗ്രൂപ്പ്സുകളെയും സ്ഥലങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ. The novel Tamas by British Shani is set in various locations, primarily in the city and surrounding villages of Punjab, India during the tumultuous period of partition. Key places mentioned in the novel include the city, where riots and violence erupt, and specific localities such as Shivala Bazar, Grain Market, and Saidpur. The villages of Dok Elai Baksh and Dok Muridpur are also significant, as they are home to characters like Harnam Singh and his wife Bando, who are forced to flee their homes due to the violence. The people and groups that come in for significant mention in the novel are diverse and complex. Nathu Skinner is a central character whose actions inadvertently spark off the violence in the city. Murad Ali, who asks Nathu to kill a pig, is another important character whose motivations and actions drive the plot. The Deputy Commissioner Richard is a key figure in the administration, who is tasked with restoring law and order in the city. His wife Lisa is also a significant character whose experiences and perspectives provide insight into the lives of British colonial officers. ക്ലൈമറ്റ് ചേഞ്ച് കാരണം എനിക്ക് ജലദോഷമാണ്. അപ്പോൾ വോയിസ് മോഡുലേഷനിൽ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ സംശയമുണ്ട്, മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. ഐ വിൽ ആൻസർ യു. ഓക്കെ. ബിഷം ഷാനിയുടെ തമാസ് എന്ന നോവലിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോവലൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതിലത്തെ വ്യക്തികൾ, അതുപോലെ കമ്മ്യൂണിറ്റീസ് ഒക്കെ അതിനെക്കുറിച്ച് മാത്രമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് പഞ്ചാബിലെ വില്ലേജസിൽ, ഇന്ത്യയിലെ പഞ്ചാബിലെ വില്ലേജസ്, അവിടെ കുറച്ച് പാർട്ടീഷൻസ് നടക്കുന്ന സമയത്ത്, വെച്ചാൽ അക്രമങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഓടിപ്പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ആ സിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതാണ് എടുത്ത് പറയാനുള്ളതും നമുക്ക് പഠിക്കാനുള്ള കുറച്ച് സിറ്റികളാണ്. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ശിവാല ബസാർ, ഗ്രെയിൻ മാർക്കറ്റ്, സൈദ്പൂർ, അതുപോലെ തന്നെ ദോക് എലാഹി ബാക്ഷ്, അതുപോലെ ദോക് മുരിദ്പൂർ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ദോക് എലാഹി ബാക്ഷും ദോക് മുരിദ്പൂറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം കൂടി നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഹർനാം സിംഗും അദ്ദേഹത്തിൻ്റെ വൈഫ് ബാൻഡോ, ഓക്കെ, ഹർനാം സിംഗും അദ്ദേഹത്തിൻ്റെ വൈഫ് ബാൻഡോയും ഫോഴ്സ്ഫുള്ളി വയലൻസ് മുഖേന ഇവിടെ നിന്നും ഫ്ലീ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. ഇവിടെ നിന്നും ദോക് എലായ് ബാക്ഷിൽ നിന്നും ദോക് മുരിദ്പൂരിൽ നിന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ സ്ഥലങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി ദ പീപ്പിൾ ആൻഡ് ഗ്രൂപ്പ്സ് ആൻഡ് കം ഫോർ സിഗ്നിഫിക്കൻറ്റ് മെൻഷൻ ഇൻ ദ നോവൽ ആർ ഡിവേഴ്സ് ആൻഡ് കോംപ്ലക്സ്. വെച്ചാൽ ഒത്തിരി സ്ഥലങ്ങൾ, അതുപോലെ ആൾക്കാർ നമ്മുടെ ഈ ഒരു നോവലിൽ തന്നെ കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റ് രണ്ട് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഈ ഒരു കലാപത്തിനൊക്കെ ഇടയിൽ മുരാദ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നാത്തു എന്ന് പറയുന്ന ഒരു മറ്റൊരു ക്യാരക്ടറിനോട് പന്നിയെ, പിഗിനെ കൊല്ലാനായിട്ട് പറയുന്ന
ഒരു സംഭവമാണ് നടക്കുന്നുണ്ട്, ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 പേരുകളാണ് ഉള്ളത്. അതേസമയം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടുള്ള റിച്ചാർഡ്, അദ്ദേഹം അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിനോട് എന്താ പറയുക, ലോയൊക്കെ റിസ്റ്റോർ ചെയ്യാനും നമ്മുടെ സിറ്റിയിൽ ഒരു ഓർഡർ കൊണ്ടുവരാനുമുള്ള ഒരു കൽപ്പന അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്തത്. അതേസമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസ, ഓക്കെ, ഡെപ്യൂട്ടി കമ്മീഷണർ റിച്ചാർഡ്, പിന്നെ ലിസ അദ്ദേഹത്തിൻ്റെ വൈഫ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ലിസയ്ക്ക് ധാരാളം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. ലിസയാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഓഫീസേഴ്സിന് ഇൻസൈറ്റുകൾ പ്രൊവൈഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ലിസ. Other notable characters include Bakshi Ji, a Congress activist who works tirelessly to promote peace and harmony, and Kamrat Dev Dutt, a communist who advocates for class unity and is instrumental in organizing a peace committee. Harnam Singh and his wife Banto, a Sikh couple, are forced to flee their home and seek shelter in a Muslim locality where they experience kindness and generosity from their host. Their son Iqbal Singh is captured by a group of Muslims and forced to convert to Islam, highlighting the brutalities and atrocities committed during the partition. The novel also mentions various groups, including the Muslim League, the Congress, and the Communist Party, which play important roles in the politics of the time. The Sikhs, Hindus, and Muslims are the main communities affected by the violence, and their relationships and interactions are portrayed in complex and nuanced ways. The refugees who flock to relief camps seeking assistance and shelter are also a significant presence in the novel, highlighting the human cost of the violence and displacement. ബാക്ഷിജി അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ്, ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് ആക്ടിവിസ്റ്റാണ്. സമൂഹത്തിൽ പീസ്, ഹാർമണി ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ബാക്ഷിജി. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് കോമ്രേഡ് ദേവ് ദത്ത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്. ക്ലാസ് യൂണിറ്റിക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ പീസ് ഉണ്ടാകാനായിട്ട്, സമാധാനം ഉണ്ടാകാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് കോമ്രേഡ് ദേവ് ദത്ത്. ഇവിടെ മറ്റൊരു 2 വ്യക്തികളെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്, ഹർനാം സിംഗ്, അതുപോലെ ഹർനാം സിംഗിൻ്റെ വൈഫ് ബാൻഡോ. ഇവരൊരു സിഖ് കപ്പിളാണ്, ഓക്കെ, സിഖ് വിഭാഗത്തിൽപ്പെടുന്ന കപ്പിളാണ്. ഇവരുടെ ഇതുപോലെ തന്നെ ഫോഴ്സ് ചെയ്യുകയാണ് അവരുടെ വീടുകളിൽ നിന്നും പോവാനായിട്ട്. ഓക്കെ, ആ പാർട്ടീഷൻ്റെ സമയത്ത് ഇവരെ ആട്ടി ഓടിപ്പിക്കുകയാണ്. ആ സമയത്ത് ഇവർക്കൊരു ഷെൽട്ടർ അല്ലെങ്കിൽ ഇവർക്കൊരു അഭയം ലഭിച്ചത് ഒരു മുസ്ലിം ലൊക്കാലിറ്റിയിലാണ്. ഈ മുസ്ലിം ലൊക്കാലിറ്റിയിൽ സിഖ് കപ്പിളായിട്ടുള്ള ഹർനാം സിംഗിനും ബാൻഡോയ്ക്കും നല്ല രീതിയിലായിരുന്നു അവർക്ക് അവിടെ താമസിക്കാനായിട്ട് സാധിച്ചത്. അതൊരു മുസ്ലിം ലൊക്കാലിറ്റിയാണ്, പക്ഷെ അവർ എക്സ്പീരിയൻസ് ചെയ്തത് ഈ മുസ്ലിം ലൊക്കാലിറ്റിയിൽ നിന്നും കൈൻഡ്നെസ്സും ജനറോസിറ്റിയുമാണ്. അതേസമയം അവരുടെ മകൻ ഇക്ബാൽ സിംഗിനെ മുസ്ലിംസ് പിടിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് ഇക്ബാൽ സിംഗിനെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ബ്രൂട്ടാലിറ്റീസും ആട്രോസിറ്റീസും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഉപദ്രവങ്ങളും സഫറിങ്സാണ് ഇന്ത്യൻസ് അത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പാർട്ടീഷനിൽ ഓടിപ്പോകേണ്ടി വന്ന ആ വ്യക്തികൾ നേരിട്ട കുറേ അനുഭവങ്ങളാണത്. അതുപോലെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്രൂപ്പ്സുകൾ മുസ്ലിം ലീഗ്, ദ കോൺഗ്രസ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ ഗ്രൂപ്പുകളെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് റോളാണ് ഇവർക്ക്. ഈ പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന 3 ഗ്രൂപ്പുകളായിട്ടാണ്
ഇവരെ നമുക്ക് ഈ സമയത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഈ പാർട്ടിഷൻ്റെ വയലൻസിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ വിഭാഗങ്ങൾ തന്നെയാണ് ഈ സിഖുകൾ, ഹിന്ദുസ് ആൻഡ് മുസ്ലിം കമ്മ്യൂണിറ്റി. ഈ നോവലിൽ തന്നെ എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത മനുഷ്യന്മാരത് അനുഭവിക്കേണ്ടി വന്ന മനുഷ്യന് എത്രമാത്രം അനുഭവിക്കാൻ പറ്റുമോ അത്രയും അനുഭവിച്ചിരുന്നു ആ ഒരു വയലൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ. കുറേ അധികം അനുഭവിച്ച കുറേ വ്യക്തികളുടെ എല്ലാവരെയും ഒന്നും ഇവിടെ കാണിക്കാനായിട്ട് സാധ്യമല്ല. കുറച്ച് വ്യക്തികളെ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അന്ന് അനുഭവിച്ച വ്യക്തികളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് മാത്രമേ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കൂ. The characters of Rajo, Eshan Ali and Ramzan, the Muslim family who shelter Harnam Singh and Bando, demonstrate the kindness and generosity of ordinary people amidst the chaos and violence. In contrast, the character of Ranveer, a young Sikh man who joins a group of warriors, highlights the dangers of communalism and the ways in which young people can be swayed by extremist ideologies. Overall, the novel Tamas presents a complex and nuanced portrayal of the partition and its effects on individuals and communities. The places and people mentioned in the novel are intricately woven together to create a powerful and thought-provoking narrative that explores the human conditions in the face of violence and trauma. ഇത്രയും വലിയ ഒരു പാർട്ടിഷൻ ആ വയലൻസിൻ്റെ സമയത്തും കൈൻഡ്നെസ് കാണിക്കാൻ തോന്നിയ വ്യക്തികളാണ് രാജോ, എഷാൻ അലി, അതുപോലെ റംസാൻ എന്ന മുസ്ലിം ഫാമിലി. ഇവർ ഹർനാം സിംഗിനും ബാൻഡോ എന്ന അദ്ദേഹത്തിൻ്റെ വൈഫിനും ഷെൽട്ടർ നൽകിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ ഒത്തിരി കൈൻഡ്നെസ് ആയിട്ട് ജനറോസിറ്റി ഈ ഒരു ക്യാരക്ടേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. വെച്ചാൽ അവരുടെ ഒരു ഗുഡ്നെസ്, നല്ലൊരു വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ, ഇവർ നല്ല പെരുമാറ്റത്തെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതേസമയം ഇവരുടെ മകൻ അനുഭവിച്ചത് മറ്റൊരു രീതിയിലുള്ള ടോർച്ചറായിരുന്നു. ഓക്കെ, അവിടെ കാണിക്കുന്നുണ്ട് ക്യാരക്ടർ ഓഫ് രൺവീർ എന്ന് പറയുന്നത് ഒരു യങ് സിഖ് മാനാണ്. ഈ യൂത്തിനെയൊക്കെ അന്ന് എങ്ങനെയാണ് എക്സ്ട്രീംലി ഒരു ടോർച്ചർ ചെയ്തിരുന്നത് എന്ന് വരെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവർ ജോയിൻ എ ഗ്രൂപ്പ് ഓഫ് വാരിയേഴ്സ്, ഈ സിഖ് മാനായിട്ടുള്ള രൺവീറിനെ വാരിയേഴ്സിൽ ജോയിൻ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുകയും അവിടെ നിന്നും ഈ കമ്മ്യൂണാലിസത്തിൻ്റെ വെച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണാലിസത്തിനെ കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ ഏർപ്പെടാനായിട്ടൊക്കെയാണ് ഈ യൂത്തിനെ ഇവർ ക്ഷണിക്കുന്നുണ്ടായിരുന്നത്. അത് മുഖേന യൂത്ത് അനുഭവിച്ച ഒരു വലിയ ടോർച്ചർ അത് അതിക്രൂരമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഓവറോൾ ഈ തമാസ് എന്ന ഒരു നോവലിൽ കൂടെ പാർട്ടിഷൻ മുഖേന ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻസ് അനുഭവിച്ചതിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. യൂണിറ്റ് 2-ൽ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, ഞാനത് നാളെ കവർ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ മെൻറ്റ്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഐ വിൽ റിപ്ലൈ യു. Okay, so thank you for watching me.